ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം ഈ സ്ഥലം അങ്ങേക്ക് വിശുദ്ധമായി കർത്താവേ, ഇവിടെ ഒരു നല്ല ആലയം ഈ പട്ടണത്തിൽ ശക്തിയോടെ അങ്ങയുടെ സുവിശേഷത്തിൽ സാക്ഷി. CC വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് CC വിഷനിൽ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിഷയം, അസംബ്ലീസോട് സഭയിൽ നടക്കാൻ വയ്യാത്ത ഒരു വിഷയം നടന്നതിൻ്റെ ഒരു ചരിത്രം പറയാനായിട്ടാണ് എന്നോടൊപ്പം പാസ്റ്റർ വർഗീസ് മാത്യു ഉള്ളത്. അങ്കമാലി അസംബ്ലീസോട് സഭയിൽ 12 വർഷം അദ്ദേഹം ശുശ്രൂഷിച്ചു. ഇപ്പോൾ ശുശ്രൂഷ ഇല്ല. അതും ഞങ്ങളുടെ സംസാര മധ്യത്തിൽ കയറി വരുന്ന വിഷയമാണ്. ശുശ്രൂഷ കാലത്ത് അദ്ദേഹം അവിടെ ഒരു പാഴ്സനേജ് നിർമ്മാണത്തിനുള്ള ശ്രമം നടത്തുകയുണ്ടായി. സഭയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സഹോദരനെ കണ്ട് പരിചയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹമാണ് ആ പാഴ്സനേജ് നിർമ്മാണത്തിനുള്ള ആദ്യത്തെ ഗഡുവായ 4,75,000 രൂപ തരുന്നത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് പ്രയാസം അനുഭവിച്ച് സഭാവിശ്വാസികൾ എല്ലാവരും കൂടെ പണം കയ്യുന്നിട്ട് പലിശക്കെടുത്ത് പണം തന്നവരുവരെയുണ്ട്. അങ്ങനെയാണ് അവിടെ ഒരു പാഴ്സനേജ് നിർമ്മാണത്തിന് ഏതാണ്ട് 2,200-2,400 ഇടയ്ക്ക് സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു അടിത്തറ പണിയുന്നത്. ഇന്ന് ആ അടിത്തറ തല്ലിപ്പൊട്ടിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവായത് മുഴുവൻ തല്ലി തകർത്തിട്ട് ബുൾഡോസർ ഇടിച്ചിട്ട് അവിടെ പുതിയൊരു പാഴ്സനേജ് നിർമ്മാണത്തിന് അസംബ്ലീസ് ബോർഡിന്റെ നേതൃത്വവും തയ്യാറായിരിക്കുകയാണ്. ആവശ്യത്തിലധികം കമ്പികൾ വാങ്ങി വെച്ചിരുന്നു. അതെല്ലാം തുരുമ്പെടുത്തിട്ട് അവസാനം നിസ്സാര വിലയ്ക്ക് ഇത് വിറ്റു. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള തടി ഉരുപ്പടികളെല്ലാം പണിത് വെച്ചു. അതിൻ്റെ കട്ടള, ജനലുകൾ, അതിനുള്ള ഫ്രെയിം, എല്ലാ സാധനങ്ങളും അടുപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പള്ളി പണിയാൻ പാഴ്സനേജും പള്ളിയും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കത്തക്ക വണ്ണം അതിൻ്റെ നിർമ്മാണം ആരംഭിക്കവെയാണ് അസംബ്ലീസ് ബോർഡിന്റെ സൂപ്രണ്ടായിരുന്ന, ഇപ്പോഴും സൂപ്രണ്ടായിരിക്കുന്ന പാസ്റ്റർ TJ ശാമുവൽ ഇവിടെ പാഴ്സനേജ് പണിയാൻ പെർമിഷൻ കൊടുക്കണ്ട എന്ന് ധ്വനി വരുമാറ് ഉടമയുടെ അനുവാദമില്ലാതെ പാഴ്സനേജ് പണിയുന്നു എന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുക്കുകയും അതിന്റെ പണി നിർത്തിവെക്കുകയും ചെയ്യേണ്ടി വന്നത് ജീവിതത്തിൽ ആദ്യമായ ഒരു അനുഭവമാണിത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവം. ഇനി ഒരിടത്തും ഇങ്ങനൊരു സംഭവം ആവർത്തിക്കാനിടയാകരുത്. വിശ്വാസികൾ കഷ്ടപ്പെട്ട് കൂലിപ്പണി ചെയ്തെടുത്ത പണം ഞാൻ അമേരിക്കയിൽ നിന്ന് പോയി പിരിച്ചുകൊണ്ടുവന്ന പണമുണ്ട്. ഇവിടുത്തെ അസംബ്ലീസിൽ പാസ്റ്റേഴ്സ് മുഴുവൻ പൈസ തന്നു. ആ പണവും കൊണ്ട് ഈ ചർച്ചിന് വേണ്ടി ഏൽപ്പിച്ചതാണ്. അങ്ങനെ എല്ലാവരും കൂടെ ശ്രമഫലമായി ആരംഭിച്ച ആ ദൗത്യത്തെ RSSകാരും ചെയ്യാത്ത ഹീനമായ മാർഗത്തിലൂടെ ഗവൺമെന്റിന് പരാതി കൊടുത്ത് പണി തടസ്സപ്പെടുത്തി സ്റ്റേ ചെയ്യിച്ച പാസ്റ്റർ TJ ശാമുവൽ അവിടെ വന്ന് രണ്ടാമത് പ്രാർത്ഥിച്ച് അത് ആരംഭിക്കാനായിട്ട് ഉള്ള ശ്രമം നടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അന്ന് കല്ലിട്ടു, പണി തുടങ്ങി, ഫൗണ്ടേഷൻ ബേസ്മെന്റ് തീർന്നു, സാധനങ്ങളെല്ലാം മെറ്റീരിയൽസ് എല്ലാം വാങ്ങി വെച്ചതാണ്. രണ്ടാമത് വീണ്ടും തറക്കല്ലിട്ടിരിക്കുന്നു. പാസ്റ്റർ, എങ്ങനെ താങ്കൾ ഇത് കാണും? നിങ്ങളാണ് ഇതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്തത്, പണം സ്വരൂപിച്ചതൊക്കെ ആദ്യമേ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയത് പാസ്റ്ററാണ്. അതിനുശേഷമാണ് ബാക്കി ഞങ്ങളെല്ലാം താങ്കളുടെ പിന്നാലെ വന്നത്. അതേക്കുറിച്ച് ഒരു വിശദീകരണം ഒന്ന് പറഞ്ഞാട്ടെ. തീർച്ചയായിട്ടും 2012 ഞാൻ അങ്കമാലി സഭയുടെ ശുശ്രൂഷകനായി ചാർജ് എടുക്കുന്നത്. പുല്ലൂരിൽ നിന്നാണ് എന്നെ അങ്കമാലി സഭയുടെ ശുശ്രൂഷകനായിട്ട് നിയമിച്ചത്. ഞാൻ അവിടെ വരുമ്പോൾ ഒരു പഴയ കെട്ടിടം, പാഴ്സനേജും പഴയതാണ്, പള്ളിയും പഴയതാണ്, ഓടുമേഞ്ഞ ഒരു കെട്ടിടമായിരുന്നു. ഈ പാഴ്സനേജിൽ നിന്ന്
പറയുമ്പോൾ ഒരു മുറിയെ അതിനുള്ളൂ, ബാക്കി ഹോളായിട്ട് കിടക്കുകയാണ് പല ഷേപ്പിൽ. ആ ഇടനാഴികളാണ് മൊത്തത്തിൽ. അപ്പോൾ പ്രൈവസി ഉള്ള ഒരു റൂം പോലും ആ പാഴ്സനേജിലില്ല. ഇടയ്ക്ക് ഇടപെടുന്നതുകൊണ്ട് ക്ഷമിക്കണം. വിണ്ട് കയറിയിരിക്കുന്ന ഭിത്തികൾ, അതെ, നിറച്ച് എപ്പോ കയറി ചെന്നാൽ എലികളുടെ ശല്യം. അതെ. ഒരു ദിവസം മഴ പെയ്യുമ്പോൾ നമ്മുടെ രാജ് ബ്രദർ അങ്ങോട്ട് കയറി വരുമ്പോൾ പാസ്റ്ററുടെ ഭാര്യ മേഴ്സി കുട ചൂടി പാഴ്സനേജിനകത്ത് നിൽക്കുന്നു. അവിടെ മുതലാണ് ഇതിനുള്ള ആരംഭം കുറിക്കുന്നത്. ജാജ് അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നതും ഒക്കെ. അതെ അതെ. അപ്പോ ഈ പാഴ്സനേജ് പണിയാതെ നമുക്ക് അവിടെ താമസിക്കാനായിട്ട് അസൗകര്യമുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം ഈ സീൽ ചെയ്തിട്ടുണ്ട്, അടുക്കള മാത്രം സീലിംഗ് ഇല്ല. അതെ. അപ്പൊ ഇതിനൊരു ചിമ്മിനി വളർന്നിട്ടുണ്ട്. ഈ ചിമ്മിനിയുടെ മുകൾ വശം ഇടിഞ്ഞ് വീണിരിക്കുകയാണ്. ഏത് സമയം താഴെ പോവാം. പിന്നെ ചിതൽ മണ്ണ് നമ്മൾ ആഹാരത്തിൽ വീഴുകയാണ്, ആഹാരം ഉണ്ടാക്കുന്ന സമയങ്ങളിൽ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഭക്ഷണം വെച്ച് കഴിച്ചിട്ട് നിങ്ങൾ ഹോളിനകത്താണ് കിടന്നോണ്ടിരുന്നത്. അതെ, ഭക്ഷണം നനയുന്നോട് ഹോളിനകത്ത് വന്ന് കിടന്നു. ആ സമയത്താണ് നമ്മൾ അങ്കമാലിയിൽ ഒരു ബൈബിൾ ക്ലാസ് വെച്ചു. ടൗണിൽ തന്നെ ഒരു 10-70 പേര് കൂടി വരുന്ന ഒരു ബൈബിൾ ക്ലാസ്സിൽ ഒരു സഹോദരൻ അവിടെ വന്നു. ആ ക്ലാസ്സിൽ പങ്കെടുത്ത് അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടായി. അദ്ദേഹം തന്ന പണമാണ് നമ്മൾ, അത് പേഴ്സണലായിട്ട് ദശാംശം എന്ന പേരിൽ തന്ന ഒരു പണം ഞാൻ ഈ പാഴ്സനേജിന്റെ പണിക്ക് വേണ്ടി ആദ്യമായിട്ട് ഉപയോഗിക്കുന്നു. ഒന്ന് കയറി ഇടപെടുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നരുത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ദിവസം പാസ്റ്റർ ഒരു പണത്തിന്റെ പൊതിക്കെട്ടുമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നത് ഓർമ്മയുണ്ട്. അപ്പൊ ഈ പൊതി കൊണ്ടുവന്ന് ടീപ്പോയിൽ വെച്ചു. അപ്പൊ ഈ ടീപ്പോയിൽ വെച്ചപ്പം ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ ഇത് കുറെ പണമാന്ന് പറഞ്ഞു. അപ്പം നമ്മള് പണം കാണുമ്പോൾ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്, ആർക്കും ഉണ്ടാകും, എനിക്കും ഉണ്ടായി. അപ്പൊ ഇത് ഏത് പണമാന്ന് ചോദിച്ചപ്പോ ഇത് രാജ് ബ്രദറിന്റെ ഒരു പ്രോപ്പർട്ടി വിറ്റപ്പോൾ കിട്ടിയ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം 4.25 ലക്ഷം രൂപ ഉണ്ട്. അത് എനിക്ക് ദശാംശമായിട്ട് തന്നതാണ്. അപ്പോൾ ദശാംശം എന്ന വാക്കിന് പുതിയ നിയമസഭയിൽ വലിയ പ്രസക്തി ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ചതുകൊണ്ട് ദശാംശം ഇരുന്നുണ്ട്, കുഴപ്പമില്ല, ദൈവവേലയ്ക്ക് വേണ്ടി തന്നതാണ്. അപ്പൊ ഈ പണം 4.25 ലക്ഷം രൂപ ദശാംശമായിട്ട് കിട്ടിയപ്പോഴത്തേക്കും നിങ്ങളും വിഷമത്തിലായിപ്പോയി. അങ്ങനെയാണ് കൊണ്ടുവന്ന് ഈ പൈസ എന്ത് ചെയ്യണോ ചോദിച്ചത്. അപ്പൊ രാജ് ബ്രദർ പിന്നെയും ദശാംശം എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാനെന്ന് പറഞ്ഞത്, ആ പൈസ എടുത്ത് നിങ്ങൾക്ക് ബാങ്കിൽ എന്തോ കടമൊക്കെ പാമ്പാടിയിലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, ലോൺ എടുത്തതിന്റെ. അപ്പൊ അതെടുത്ത് അതിനുവേണ്ടി ചെലവഴിച്ചു, കൊണ്ടുവെക്കൂ. ദശാംശമാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി കിട്ടിയൊരു പാസ്റ്റർ കൊടുക്കാനായിട്ടാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഇടപെട്ടിട്ട് കാര്യമില്ലല്ലോ, എടുത്തോണ്ട് നിങ്ങൾ സ്വന്തം ഉപയോഗത്തിന് എടുത്തോളൂ എന്ന് പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു. പക്ഷെ താങ്കൾ കൊണ്ടുവന്നത് ബാങ്കിൽ ഇട്ടു, ചർച്ചിന്റെ അക്കൗണ്ടിൽ ഇട്ടു. അങ്ങനെ പണം ചർച്ചിൻ്റെതായിട്ട് മാറി. പിന്നെ അതിൽ നിന്ന് പൈസ എടുക്കാനും പറ്റില്ല. താങ്കൾക്ക് 1 രൂപ പോലും ദശാംശമായിട്ട് അത് കിട്ടിയില്ല. ഇനി അതിന്റെ എങ്കിലും ദശാംശം എടുക്കരുത്, അത് പോലും എടുത്തില്ല. അങ്ങനെയാണ് ആരംഭിച്ചത്. അതെ. അപ്പൊ അങ്ങനെ ഈ പണി ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രാദേശിക സഭയ്ക്ക് അന്നുണ്ടായിരുന്ന കമ്മിറ്റി കൂടുകയും കമ്മിറ്റി തീരുമാനമെടുക്കുകയും ചെയ്തു. പൊളിച്ചിട്ട് പാഴ്സനേജ് പൊളിച്ച് പണിയാനുള്ള തീരുമാനം എടുത്തു. ആ തീരുമാനം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ അന്നത്തെ സെക്രട്ടറിക്ക് കത്തെഴുതി. ആ കത്ത് സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തു. സെക്രട്ടറിയുടെ കയ്യിൽ എത്തിയതിന് ശേഷം എന്നെ വിളിച്ചു. സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പണത്തിന് ഇത് പണിയാൻ 75% ഫണ്ട് ചർച്ചിന്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ പാഴ്സനേജ് പണിയാൻ പറ്റും, പള്ളി പൊളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഫണ്ടുണ്ട്, ചർച്ചിന് ഫണ്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് കമ്മിറ്റിയോട് കാര്യങ്ങൾ പറഞ്ഞു. കമ്മിറ്റി ഉടനെ തന്നെ പണി ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുനിസിപ്പാലിറ്റി കൊടുക്കേണ്ട അപേക്ഷ കൊടുക്കാനായിട്ട് എന്നെ ചുമതലപ്പെടുത്തി. അങ്ങനെ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഈ അപേക്ഷ കൊടുക്കുകയാണ്. അപ്പൊ ഈ അപേക്ഷ പൂരിപ്പിക്കാനായിട്ടിരിക്കുന്ന ആളുകളുണ്ട് അവിടെ, അവരുടെ കയ്യിലേക്ക് ഇത് കൊടുത്തു. അപ്പോൾ അവരത് പൂരിപ്പിച്ചു. എൻ്റെ ആധാർ കാർഡാണ് അവരാവശ്യപ്പെട്ടത്. അപ്പൊ ഈ ട്രസ്റ്റി എന്ന് മാത്രമേ ഈ ചർച്ചിന്റെ അധികാരി എന്ന നിലയിൽ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ, മുനിസിപ്പാലിറ്റിയിലെ രേഖയിൽ. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പാസ്റ്ററാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് തരണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ആധാർ കാർഡിനകത്ത് ഫാദർ എന്നാണ് വെച്ചിരിക്കുന്നത്, കിടക്കുന്നത്. അത് ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ്. ഈ ആധാർ കാർഡ് കൊടുത്തപ്പം ആ ആധാർ കാർഡിലെ രേഖ വെച്ച് ഇവർ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിൻ്റെ അകത്ത് ഫാദർ വർഗീസ് മാത്യു എന്ന് സ്വാഭാവികമായിട്ടും ഈ രേഖയ്ക്കകത്ത്
വന്നു. നമ്മളത് വലിയ പ്രാധാന്യത്തോടെ ശ്രദ്ധിച്ചില്ല. അതെ, ഈ പാസ്റ്റർ PR എന്ന് പറഞ്ഞ ഒരു കുത്തിട്ടിട്ടാണ് നമ്മൾ സാറിന് എഴുതുന്നത്. അതെ. അത് ചിലപ്പം ഈ കാത്തലിക് ബെൽറ്റ് ആണ് അങ്കമാലി. അവിടെ പൂരിപ്പിക്കാനിരിക്കുന്ന ആളുകൾക്ക് ബെന്തിക്കോസ്തോ പാസ്റ്ററോ ഒന്നും അറിയണമെന്നൊന്നുമില്ല. അതുകൊണ്ട് അവര് ഫാദർ എന്നങ്ങ് വെച്ചു. അതൊരു സാങ്കേതിക പിഴവ്, സാങ്കേതിക പിഴവ് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ സാങ്കേതിക പിഴവ് അതും പ്രശ്നമാക്കിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ, അതാ പ്രശ്നമാക്കിയത്. അപ്പം അത് എന്റെ പിതാവിന്റെ പേരും അതിന്റെ അകത്ത് ഉൾപ്പെടുത്തി. അപ്പൊ അത് ഒരു പ്രശ്നമായിട്ട് എടുക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ TJ ശാമുവേൽ സാറ് അങ്കമാലിയിൽ ഹോള് പണിയുന്ന കാര്യം അറിയുന്നില്ല. ആരാണ് അവിടെ ഹോള് പണിയുന്നത്, ഉടമ അറിയാതെ ആരാണ് ഹോള് പണിയുന്നത് എന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുത്ത ചർച്ചകളും തീരുമാനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കത്ത് മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുകയായിരുന്നു. അങ്ങനെ മുനിസിപ്പാലിറ്റി എന്നെ ഈ ഹോള് പണിയാൻ നിങ്ങളുടെ നേതൃത്വം അനുവദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു കത്ത് തരാൻ പറഞ്ഞു. മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറി നമുക്കൊരു കത്ത് തന്നു. ആ കത്ത് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇനിയൊരു കത്ത് അവിടുന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹോള് പണിക്ക് എന്നെ അനുവദിക്കുന്നതിന്, സഭയെയും അനുവദിക്കുന്നതിന് ആവശ്യമായ അനുവാദം നൽകി തരണമെന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തപ്പോൾ എന്നെ അവിടെ വിളിപ്പിച്ചു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നെ അവിടെ വിളിപ്പിച്ചു. TJ ശാമുവേൽ സാറിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞല്ലേ? ആപ്ലിക്കേഷൻ കൊടുത്തു. അല്ല, അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെങ്കിൽ അത് ക്ലാരിറ്റി ആകത്തുള്ളൂ. കാരണം ചർച്ചിന്റെ പാഴ്സനേജ് പണിക്ക് ലോക്കൽ സഭ അങ്ങ് പണിതാൽ മതി. ഏതാ ഈ SIAG ആണ് എന്റെ ഓണർഷിപ്പിൽ നിൽക്കുന്നത് ഈ ഭൂമിയുടെ. അതെ, SIAGക്ക് വേണ്ടി സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിന് വേണ്ടിയാണ് ഈ ഭൂമി എഴുതിയേക്കുന്നത്. ഇത് പ്രാദേശിക സഭയ്ക്ക് വേണ്ടിയാണ്. നമ്മള് കസ്റ്റോഡിയനും അവർ ഓണർഷിപ്പിലുമാണ്. അപ്പൊ നമുക്കവിടെ പണികളെല്ലാം ചെയ്യാം. പക്ഷേ അത് വിൽക്കാൻ നമുക്ക് പറ്റത്തില്ല, അത് ഇടിച്ചു കളയാൻ പറ്റത്തില്ല, നശിപ്പിക്കാനും ഒന്നും പറ്റില്ല. അതിന്റെ ഉദ്ഘാടനത്തിന് നമ്മൾ അധികാരികളെ വിളിച്ചേ പറ്റും. അങ്ങനെയാണ് നമ്മളന്ന് തീരുമാനിച്ചു തുടങ്ങിയത്. ഇത് തന്നെയുമല്ല, അതുകൊണ്ട് ലോക്കൽ സഭയ്ക്ക് ഇത് പണിയാനുള്ള അധികാരം എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കും എല്ലാ പൗരോഹിത്യ സഭകൾക്കും ഉണ്ട്. ലോക്കൽ ബോഡി തന്നെയാണ് പണിയുന്നത്. എന്നിട്ട് ഉദ്ഘാടനത്തിന് അവരെ വിളിക്കണം. അങ്ങനെയാണ് നമ്മൾ മിനിസ്റ്റർ എഴുതി വെച്ചത്. സൂപ്രണ്ടിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞ് പണി തുടങ്ങി. പക്ഷെ അന്ന് ഈ ആപ്ലിക്കേഷൻ കേന്ദ്രത്തിൽ കൊടുക്കാൻ നേരത്ത് കേന്ദ്രത്തിന്റെ അനുവാദമല്ല വേണ്ടത്. പ്രാദേശിക ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ അധികാരമാണ് ലോക്കൽ പള്ളിക്ക് പണിയാൻ വേണ്ടിയത്, അല്ലാതെ നേതാക്കന്മാരുടെ അല്ല വേണ്ടിയത്. അതുകൊണ്ടാണ് ഞാനെന്ന് പറഞ്ഞത് ആപ്ലിക്കേഷൻ ഒന്നും കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് പറ്റിയല്ല. ആപ്ലിക്കേഷൻ കൊടുത്ത് സഭയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് പെർമിഷൻ മേടിച്ചിട്ടേ പണിയാൻ പറ്റുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ കത്തെഴുതി കൊണ്ടുവരുന്നതും ഞാൻ ഒപ്പിട്ട് തരുന്നത് സെക്രട്ടറി എന്നുള്ളതല്ലേ. അതൊരു കീഴ്വഴക്കമാണ്. കാരണം അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്റ്റ് ആണ് ഈ സഭയുടെ പ്രാദേശികമായ ഭരണ സംവിധാനത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നേതൃത്വത്തെ അറിയിച്ചുകൊണ്ടേ നമുക്കിവിടെ ഒരു പണി നടക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അതെ, അതിനോടനുബന്ധിച്ച് ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഈ കത്ത് പാസ്റ്റർ TJ ശാമുവേലിന്റെ കയ്യിൽ കിട്ടിയോ എന്നൊരു സന്ദേഹം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അതെ, അത് കിട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ കൊടുത്ത കത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിരുന്നു എങ്കിൽ ആ പുള്ളി അറിയാതെ നമ്മള് പള്ളി പണിയുന്നു എന്ന് പുള്ളി എഴുതി കൊടുക്കുകയായിരുന്നു. അദ്ദേഹം അതുകൊണ്ടാണ് അതാണ് അദ്ദേഹം അറിഞ്ഞില്ല. അന്ന് പാസ്റ്റർ തോമസ് ഫിലിപ്പ് PS ഫിലിപ്പിന്റെ ഗ്രൂപ്പിലാണ്. ഈ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, ഗ്രൂപ്പിൽ അധിഷ്ഠിതമാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. ഇപ്പൊ 3 പേര് കൂടുന്നിടത്ത് ഗ്രൂപ്പ് ഉണ്ടാകും. അപ്പല്ലോസിന്റെ പക്ഷക്കാരനും പൗലൂസിന്റെ പക്ഷക്കാരനും കർത്താവിന്റെ പക്ഷക്കാരനും ഒക്കെ ഉണ്ടായിരുന്നു 1-ാം നൂറ്റാണ്ടില്. പെന്തിക്കോസിന്റെ സന്ദേശം ഉണ്ടായ കാലത്ത് ഇന്നും അതുകൊണ്ട് അതിനകത്ത് തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല, ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. അന്ന് അദ്ദേഹം PS ഫിലിപ്പിന്റെ ഗ്രൂപ്പ് ആയിരുന്നത് കൊണ്ടാകാം ഒരുപക്ഷെ ശമുൽ സാറിനെ ഈ കത്ത് കാണിക്കാത്തതെന്നാണ് എന്റെ ഒരു നിഗമനം. അങ്ങനെ ഒരു സംസാരം ഇതിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് സത്യത്തിൽ അസംബ്ലീസ് കൊണ്ട് ഗ്രൂപ്പ് സംബന്ധിച്ച വലിയ പിടിയില്ല. അല്ല, ഗ്രൂപ്പ് ഇല്ലാത്തോണ്ടാ നിങ്ങൾക്ക് പണി കിട്ടിയതും ഗ്രൂപ്പ് ഇല്ലാത്തോണ്ടാ. ഏതെങ്കിലും ഗ്രൂപ്പിലോട്ട് അള്ളിപ്പിടിച്ച് കിടന്നിരുന്നെങ്കിൽ നിങ്ങളൊരു ഗ്രൂപ്പ് യോന് പോയപ്പോഴേ ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ടോ പെരുമ്പാവൂർ ഗ്രൂപ്പ് യോന് പോയപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ അടിയുറച്ച് നിൽക്കണം, ഏതെങ്കിലും ഗ്രൂപ്പിൽ. അതല്ലാന്നുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറയായിട്ട് വിമർശിക്കരുത്. ഗ്രൂപ്പുകളെല്ലാം കൂടെ വിമർശിച്ചിട്ട് VM സുധീരൻ നിൽക്കാമെന്ന് വിചാരിക്കുന്ന പോലെ നിൽക്കരുത്. ആകാശത്തിലല്ല ഭൂമിയിലും അല്ലാത്ത പരുവത്തിലാവും. അതുകൊണ്ട് നിങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ ആളായിട്ട് നിൽക്കണം എന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ട്. പോയാൽ ഒരു ഗ്രൂപ്പിന്റെ ആളായിരിക്കണം, അല്ലെ പോകരുത്. പക്ഷെ പോകാതിരുന്നാലും പ്രശ്നമാണ്. ഏതായാലും ഈ ഗ്രൂപ്പിന്റെ സമവാക്യങ്ങളും ഒക്കെ ഈ പള്ളിപ്പണിയെ ബാധിച്ചിട്ടുണ്ട് അന്നത്തെ. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ കിട്ടാത്ത വന്നത്.
അപ്പൊ അദ്ദേഹം ഇതുകൊണ്ട് കൊടുത്തപ്പോ മുനിസിപ്പാലിറ്റി നമ്മളെ വിളിച്ച് ചോദിച്ചല്ലോ അല്ലേ, ചോദിച്ചു നിങ്ങള് എനിക്ക് കേന്ദ്രമായിട്ട് വല്ല പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചു. അതെ, നമ്മൾ പറഞ്ഞ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ആ കത്ത് ചോദിച്ചപ്പോ തരാഞ്ഞിട്ടാണ് വിവരാവകാശ പ്രകാരം ഞാൻ കത്ത് കൊടുത്തു. പിന്നെ ടിജയുടെ കത്ത് ഞാൻ കോപ്പി എടുക്കുന്നത് ഓർമ്മയുണ്ടല്ലോ. അതെ അതെ. ഏതായാലും ഈ വിഷയം സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്ക് കത്ത് വന്നു. ഞാൻ നേരെ ടി ജെ സാമുവൽ സാറിന്റെ അടുത്ത് ചെന്ന് ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞു. അത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇരിക്കുന്ന സദസ്സിലാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സാർ അതെല്ലാം എഴുതിയെടുത്തു. 2 പ്രാവശ്യം പോയില്ലേ? 2 പ്രാവശ്യം പോയി. ആദ്യത്തെ കാര്യം ഞാൻ പറയാം, ചർച്ചയിലെ വിശ്വാസികൾ അതെ കൂടെ പോയത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാറിന് ബോധ്യപ്പെട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു അതിന്റെ ബാക്കി രേഖകളും എല്ലാം ക്ലിയർ ചെയ്ത് പണിക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തോളാൻ പറഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തു. ഇവിടെ വന്ന് പ്രാദേശിക സഭയായിട്ട് അത് സംസാരിച്ചു. കമ്മിറ്റിയിൽ സംസാരിച്ചപ്പോഴാണ് കമ്മിറ്റി ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത് പ്രാദേശിക സഭയ്ക്ക് പണിയുന്നതിനുള്ള ഫണ്ടും കാര്യങ്ങളും ഒക്കെ പ്രാദേശിക സഭ തന്നെയാണ് ഏറ്റെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പണി തുടങ്ങുന്നതിന് നമുക്ക് തടസ്സങ്ങളൊന്നുമില്ല. പണി പൂർത്തീകരിക്കുന്ന സമയത്ത് എന്താണോ നേതൃത്വമായിട്ട് നമുക്ക് സംസാരിക്കേണ്ട വിഷയങ്ങൾ ആ വിഷയം സംസാരിച്ച് നമുക്ക് ആ വിഷയം പരിഹരിക്കാനും അവരെ ഉദ്ഘാടനത്തിൽ വിളിക്കാനും ഒക്കെ ഉള്ള സാവകാശം. അത് നമ്മൾ അന്ന് മിനിറ്റ്സിൽ എഴുതി വെച്ച കാര്യം. അത് എനിക്ക് ഒന്ന് രാജ് ബ്രദർ സങ്കീർത്തനം വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ന്യൂയോർക്കിലെ പാസ്റ്റർ മോഹനി മാത്യുവിന്റെ ചർച്ചിലെ മെമ്പർ ആയിരുന്നു. അദ്ദേഹം അവിടുന്ന് റിട്ടയർ ആയിട്ട് ഇവിടെ പിരിഞ്ഞു വന്ന സമയത്താണ് നമ്മൾ പിന്നെ നിങ്ങളെ വിളിച്ചോണ്ട് വരുന്നത് ചർച്ച. അദ്ദേഹമാണ് 4.25 ലക്ഷം രൂപ തരുന്നത്. അത് പക്ഷെ ഈ തറക്കല്ലിടാൻ നമ്മള് സൂപ്പറിനെ വിളിക്കണമെന്ന് നമ്മുടെ പ്രസ്പെക്ടർ എന്ന് പറഞ്ഞല്ലോ. അന്നിരുന്ന പ്രസ്പെക്ടർ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു അത് കമ്മിറ്റി ആയിട്ട് ആലോചിച്ചിട്ട് പറയാം. കാരണം ഈ ആലോചിച്ചിട്ട് പറയാന്ന് പറയുന്നത് വരുന്ന ആളുകൾക്ക് നമ്മൾ വണ്ടിക്കൂലി കൊടുക്കണം. സഭ രണ്ടാമത് നമ്മൾ കുഴിച്ച് അറക്കല്ലിട്ട് ഈ ഫൗണ്ടേഷൻ ബേസ്മെന്റ് ലക്ഷങ്ങൾ മുടക്കി പണിതതിന്റെ അടി പിന്നെ ഒരു കിഴുത്ത കിഴിച്ച് പിന്നെ ഇപ്പൊ സെക്രട്ടറി വന്ന് ഇട്ടിട്ടുണ്ട്. ഈ സെക്രട്ടറി ആരാന്നറിയാമല്ലോ, തോമസ് ഫിലിപ്പ് എന്റെ സഭക്കാരനാണ്. ഞങ്ങൾ ഓരോ പേരിൽ അച്ചൻകുഞ്ഞെന്ന് വിളിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തെ ഈ പ്രശ്നം രൂക്ഷമായി നിൽക്കുമ്പോൾ പ്രാവശ്യം ഞാൻ വിളിച്ചു വരുത്തി ഓർമ്മയുണ്ടല്ലോ. കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടി ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞു അച്ചൻകുഞ്ഞെ ഇപ്പൊ നമ്മള് ബഹുമാനപൂർവ്വം 10 പേര് കൂടുന്നിടത്ത് തോമസ് ഫിലിപ്പാണ്. അല്ലാത്തപ്പം എന്റെ സഭക്കാരൻ എന്റെ ഒത്തിരി ജൂനിയർ നമ്മുടെ സുഹൃത്ത് ആത്മബന്ധം ഒരു സഭയിൽ ഒരുമിച്ച് ആഹാരം ഭക്ഷിച്ച് കഴിച്ച് വളർന്നു വന്ന ആ ഒരു പാരമ്പര്യമുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അച്ചൻകുഞ്ഞെ നീ ഒന്ന് വന്ന് ഇവിടെ വത്തെ കാര്യം എന്നാന്ന് നേരിട്ട് സ്റ്റഡി ചെയ്യ്. ഇവിടെ ആരും വന്നിട്ടില്ല. ഈ കത്ത് കൊടുത്ത ജോസ് തോമസ് വന്നിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ടീച്ചറുടെ അനുയായികളായിട്ടുള്ള ആളുകളെ കൊണ്ട് അവരാരും വന്നിട്ടില്ല. മേഖലാ ഡയറക്ടർ വന്നിട്ടില്ല. ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആരും വന്നിട്ടില്ല. അതിന്റെ അച്ചൻകുഞ്ഞൊന്ന് വന്ന് ഈ കാര്യങ്ങളൊന്ന് പഠിക്കേ, ഇവിടെ എന്താ നടന്നെന്ന് വെച്ചൊന്ന് മനസ്സിലാക്കി വെച്ചു പോകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ദിവസം വന്നു കാര്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നാളെ മുതൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാനെല്ലാം ക്ലിയർ ചെയ്തൊക്കെ ഇപ്പൊ എനിക്ക് മനസ്സിലായി. അല്ലേലും ഈ ടി ജെ ശ്യാമൽ സാർ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. ഓർമ്മയുണ്ട് പറഞ്ഞത്? ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹം മറ്റേ ഗ്രൂപ്പിലായിരുന്നോണ്ട് അങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചു. ആദിത്യ മര്യാദയെല്ലാം ഞാൻ ചെയ്യേണ്ട രീതി ചെയ്തു. കാരണം ഞങ്ങൾ ഒരു സഭക്കാരല്ലയോ, കുഞ്ഞിലെ വളർന്നതല്ലേ. അങ്ങനെ പോയ പുള്ളി ചെയ്തിട്ട് പിറ്റേ ആഴ്ച സഭയെ സസ്പെൻഡ് ചെയ്തിട്ട് കത്തയച്ചല്ലയോ? അതെ, സഭയും പാസ്റ്ററേയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കത്താണ് അയക്കുന്നത്. അല്ല, അതിന്റെ എല്ലാം പ്രധാന കാരണം ഈ പള്ളി പണിതപ്പോൾ നമ്മൾ രേഖാമൂലം കൊടുത്ത ലെറ്റർ ടിജയുടെ കൈ കിട്ടാത്തോണ്ടുള്ള അദ്ദേഹത്തിന്റെ ആ വികാരോ പ്രക്ഷോഭമോ ഒക്കെ ആയിരിക്കും. അതോ അതെ, നേതൃത്വത്തിന് കീഴ്പ്പെടുന്നില്ല എന്നതാണ് പ്രധാനമായി ആരോപിക്കപ്പെടുന്നത്. അതിന്റെ സാധ്യതയുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് അങ്ങനെ നേതൃത്വത്തിന് കീഴ്പ്പെടുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കലായിരുന്നു പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷന് കാലാവധി വെച്ചിട്ടില്ലായിരുന്നു എന്റെ കത്തിന്റെ. ദീർഘകാലം സസ്പെൻഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പോഴും സസ്പെൻഷനിലാണ്. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു പ്രതീക്ഷയും വെക്കണ്ട. സഭ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ പോവല. ഓക്കെ. അല്ല, ഞാൻ ചരിത്രത്തിൽ ആദ്യമാണ് അതായത് സമയബന്ധിതമല്ലാത്ത ഒരു സസ്പെൻഷനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. ആട്ടെ, നീ ഇടയ്ക്ക് ക്ഷമാപണക്കത്ത് എഴുതി കൊടുത്തില്ലയോ? ക്ഷമാപണക്കെടുത്ത് ഞാനാ കൊടുക്കുന്നതിന് എതിരായിരുന്നു. അതെ. പക്ഷേ നിങ്ങൾക്ക് ക്രെഡൻഷ്യൽ വേണം. നിങ്ങൾക്ക് അസംബ്ലീസ് കോഡിന്റെ ആളായിട്ട് തന്നെ നിങ്ങൾ നിൽക്കണം. നിങ്ങളുടെ പാസ്റ്റാണ്. അതുകൊണ്ടാണ് താങ്കൾ എഴുതി കൊടുക്കാതിരിക്കോ എന്നത് ചെയ്തു. ഞാൻ ഇതിനകത്ത് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. കാരണം നിങ്ങളുടെ ആവശ്യം പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അത് അസംബ്ലീസ് കോഡിന്റെ നിയമം അനുസരിച്ച് നിങ്ങൾ സഭയുടെ ആളല്ല.
അതെ. കേന്ദ്രത്തിന്റെ ആളാണ്. അതെ അതെ അപ്പൊ അവര് പറയുന്നത് അങ്ങനല്ലേ കൊടുത്ത്. അതെ അങ്ങനെ കൊടുത്തു. എന്നിട്ട് ഞാന് ക്ഷമാപണ കത്ത് എഴുതി, എന്നോട് പറഞ്ഞു ക്ഷമാപണ കത്ത് എഴുതി തരണം. അത് എന്നേ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. ഏത് കത്തിനായി, എന്ത് തെറ്റിനാ? തെറ്റ് ബോധ്യപ്പെടുത്തിയിട്ടില്ല. എന്നെ സംബന്ധിച്ച് എന്റെ യുക്തിക്കോ എന്റെ പ്രവർത്തന മേഖലയിലോ ഒരു തെറ്റ് സംഭവിച്ചതായിട്ട് എനിക്ക് ഇന്നും ബോധ്യത ഇല്ല. അല്ല, തെറ്റ് സംഭവിച്ചു. തറക്കല്ലിടാൻ വിളിച്ചില്ല. നമ്മൾ അയച്ച കത്ത് അച്ചൻകുഞ്ഞ് ഷമൽ സാറിന്റെ കൊടുത്തില്ല. പിന്നെ നിങ്ങൾ അഹങ്കാരിയാണ് അല്ലേ? അതുകൊണ്ടൊക്കെ ആയിരിക്കും. അല്ല അതൊക്കെയാണ് കാരണമെങ്കിൽ ആ കാരണങ്ങൾക്കെല്ലാം ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കാം. എന്റെ പൊന്നു സാറേ, പണാപകരണം പെണ്ണുപിടി 2 കേസിലെ ശിക്ഷിക്കാൻ വകുപ്പുള്ള ഒരാളെ, അതെ, ഏത് അഡ്മിനിസ്ട്രേഷന്റെയും പ്രൈവറ്റ് സംഘടനയുടെയും ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ ഒന്നുകിൽ പെണ്ണുപിടിക്കണം, അല്ല പണാപകരണം നടത്തണം, അല്ല നേതൃത്വത്തെ അംഗീകരിച്ചില്ല, ചോദിച്ചിട്ട് മിണ്ടിയില്ല, എന്നെ കണ്ട പോകറി കാണിച്ചെന്നും പറഞ്ഞ് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു എന്നാന്ന് വെച്ചാൽ പറഞ്ഞു തീർക്ക. ഈ വിഷമം, നമ്മുടെ ഇപ്പോഴത്തെ വിഷമം പറയാനാണ് നമ്മൾ ഈ പറയുന്നത്. അതിലേക്ക് നമ്മൾ വന്നില്ല. ഏതായാലും ക്ഷമാപണമൊക്കെ അയച്ചു. അതിന് ഇതുവരെയും ഒരു മറുപടിയും വന്നിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഈ പ്രശ്നം തീർന്നു പോയി. അസംബ്ലി സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്തു പോകണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ട് ഞാൻ ക്ഷമാപണമൊക്കെ അയച്ചു. അതാണ് സംഭവിച്ചത്. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് യാതൊരു തരത്തിലുള്ള മറുപടി തെറ്റ് ചെയ്യാതെ അവരുടെ ക്ഷമം ഞാൻ ചെയ്ത തെറ്റങ്ങ് ഏറ്റെടുക്കുക, കീഴ്വഴക്കമാണല്ലോ, നേതൃത്വത്തെ അനുസരിക്കുക എന്നുള്ള കീഴ്വഴക്കത്തിന്റെ ഭാഗം. അങ്ങനെ ക്ഷമാപണക്കത്ത് കൊടുത്തതിന്റെ മറുപടി ഇതുവരെ എനിക്ക് ലഭിച്ചിട്ടില്ല. ഇല്ല. അല്ല, അത് തന്നെയല്ല, അതിനകത്ത് വേറൊരു പ്രശ്നം ഈ മലയാളം ഡിസ്ട്രിക്റ്റുമായിട്ട് ബന്ധപ്പെട്ടും കിടപ്പുണ്ട്. ഈ 2014 ഈ സംഭവം, ഈ ചർച്ച് പണിക്കെതിരെ കൊണ്ടുവന്ന് TJ ശാമുവൽ സാറ് കത്ത് കൊടുക്കുമ്പോൾ അദ്ദേഹം ഉടമ അറിയാതെ പണിയുന്നു അന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ. അന്ന് അവിടെ കൊണ്ട് കത്ത് കൊടുത്തിട്ട് നമ്മളൊരു വക്കീലിനെ കാണാൻ പോയി. വക്കീലിനെ സുനിൽ അല്ലേ? സുനിൽ വക്കീൽ. അദ്ദേഹം ഏതാണ്ട് ഗവൺമെന്റ് ഹൈക്കോടതി വക്കീലാ. അദ്ദേഹം പറഞ്ഞത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. അതെ, കേസുമായിട്ട് പോകാൻ നമുക്ക് പ്ലാൻ ഇല്ലല്ലോ. വേണ്ട കേസ് പോയിരുന്നു. അത് നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ പൈസയായി ഒന്ന് അധ്വാനിക്കുന്ന പൈസയൊന്നും വക്കീലന്മാർക്കും കോടതി ചെലവിന് കിട്ടിയൊക്കെ നമ്മുടെ ഇല്ല. പെന്തിക്കോസ്തിന്റെ സന്ദേശവും അല്ലത്. പെന്തിക്കോസ്ത് അല്ല, വിശ്വാസികളും പാസ്റ്റർമാരും തമ്മിലൊക്കെ പ്രശ്നമുണ്ട്, അത് പറഞ്ഞു തീർക്കണം. പക്ഷെ ഇവിടെ അഡ്വക്കേറ്റ് സുനിൽ പറഞ്ഞത് ചില ഇഷ്യൂസിൽ മുനിസിപ്പൽ സെക്രട്ടറിക്ക് മജിസ്ട്രേറ്റിന്റെ അധികാരമുണ്ട്. അതുകൊണ്ട് ഉടമ അറിയാതെ ഭൂമി പണിയുന്നു, കെട്ടിടം പണിയുന്നു എന്നാണ് TJ ശാമുവൽ അതിനകത്ത് കുറിച്ചിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെയാണ് ഭൂമി എന്ന് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വരാൻ മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടും. അതെ, നമ്മളെ വിളിക്കും. നമ്മളാണെന്ന് പറയണം, നമ്മള് അദ്ദേഹത്തിന്റെ അല്ലെന്ന് പറയേണ്ടി വരും. ചിലപ്പോ അദ്ദേഹത്തിന്റെ സ്ഥലമാണെന്ന് അദ്ദേഹം പറയേണ്ടി വരും. ആ രേഖകളോട്ട് വരാൻ പറയുമ്പോ എന്ത് രേഖയായിട്ട് വരിക? അങ്ങനെ ഒരു രേഖയായിട്ട് വരാനായിട്ട് പറ്റില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാല് ഈ സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിന്റെ പേരിലാണ് ഇതിന്റെ ആധാരം. നമുക്കത് കൂടുതൽ വലിച്ചു നീട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്ട് രജിസ്റ്റേർഡ് ബോഡി അല്ല, SAGയുടെ കീഴിലുള്ള ഒരു ഘടകമാണ്. ഡിസ്ട്രിക്ട് 8 ഡിസ്ട്രിക്ട് ഉണ്ട് സൗത്ത് ഇന്ത്യയുടെ കീഴിൽ. അന്ന് മലയാളം ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ഒരു സാധനം രജിസ്റ്റർ ചെയ്തിട്ടും ഇല്ല. അതേക്കുറിച്ച് വക്കീൽ പറഞ്ഞല്ലോ, രജിസ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയിട്ട് പറഞ്ഞത് ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ എന്ന് പറയുന്ന ഒരു സംഘടന രജിസ്റ്റർ ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. രജിസ്ട്രേഷൻ നമ്പരും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഭരണ നിയമം കോടതിയുടെ നിയമപ്രകാരം, സംഘടനയുടെ നിയമപ്രകാരം ഈ ഭരണഘടന ബാധകമല്ല ഒരു പ്രാദേശിക സഭയ്ക്കും. അല്ല, അതിനകത്ത് ഒരു നമ്പറും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ ഒരു നിയമം അടിച്ചു വെച്ചേക്കാം, അത്രേ ഉള്ളൂ. ഇപ്പൊ പിന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞോണ്ട് കുഴപ്പമില്ല. 2018 പക്ഷെ ഈ മലയാളം ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന സംഘടന, SAGയുടെ കീഴിലുള്ള ആ പ്രസ്ഥാനം രജിസ്റ്റേർഡ് ബോഡി അല്ലാതെ ഇരിക്കെ അതിന്റെ പേരിൽ അവരുടെ ഭൂമിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ചെയ്തത്. അതുകൊണ്ടാണ് വക്കീൽ പറഞ്ഞത് ഈ രേഖ കാണിക്കാൻ തയ്യാറാവും. എന്ത് രേഖ കാണിക്കും പുള്ളിക്കാരൻ? രേഖയില്ല. സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്ട് മലയാളം ഡിസ്ട്രിക്റ്റ് ആയിട്ട് മാറുമ്പോൾ ആ കോൺഫറൻസിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്ട് രജിസ്റ്റേർഡ് ബോഡി അല്ലല്ലോ. അപ്പൊ അത് മലയാളം ഡിസ്ട്രിക്റ്റ് ആയിട്ട് മെർജ് ചെയ്യുമ്പോൾ അവിടെയും അത് അസാധുവാ. അപ്പോൾ അതിനൊരു ഭരണ നിയമം ഉണ്ടെങ്കിൽ അതും അസാധുവാ. എല്ലാം അസാധുവാ. സൗത്ത് ഇന്ത്യ അസംബ്ലീസ് കൂടെന്ന് പറഞ്ഞ് ഈ സൗത്ത് ഇന്ത്യ എല്ലാ സഭകൾക്കും കൂടെ രജിസ്ട്രേഷൻ ആയിട്ട് ഒരു നിയമമൊന്നും പറ്റത്തില്ല. ഓരോ സ്റ്റേറ്റിലും ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഓരോ സ്റ്റേറ്റും ഇത് രജിസ്റ്റർ ചെയ്തേ പറ്റൂ. എനിക്കൊന്ന് മലബാർ, പക്ഷെ ഈ പ്രശ്നം നടക്കുമ്പോൾ മറാഠി, ഹൈദരാബാദ്, മഹാരാഷ്ട്ര രജിസ്റ്റർ ചെയ്തിരുന്നു. അപ്പൊ ഏതായാലും അതാണ് നമ്മൾ ആ വഴിക്ക് നീങ്ങുന്നത്. അതും നമ്മൾ വേണ്ടെന്ന് വെച്ചു. പക്ഷെ അന്ന് അങ്ങനെ പാസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ, പാസ്റ്ററോട് ചെയ്യാൻ അധികാരപ്പെടുത്തിയ പാസ്റ്റർ ചെയ്തില്ല.
ഞാൻ ചെയ്തില്ല. കാരണം ഷാബുൽ സാറിനെ വിളിച്ച് ഇവിടെ വരുത്തണം. അതെ. മുനിസിപ്പൽ സെക്രട്ടറിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് പറയും. അതെ. രേഖകളുമായിട്ട് വരാൻ പറയും. ചിലപ്പോ അദ്ദേഹം വന്നില്ല, അദ്ദേഹത്തിന്റെ ആരെങ്കിലും രേഖയായിട്ട് കൊടുത്താലും മതിയായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്രിമിനൽ കേസാണ്. അതെ, അന്ന് സുനിൽ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗവൺമെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ബോഡിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഗുണമേ അറിയാതെ. എന്റെ ഭൂമിയാണെന്ന് പറയുകയാണ് പുള്ളി. എന്നിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് ആരാധിക്കാനുള്ള സംവിധാനങ്ങളെ മുഴുവൻ തടസ്സപ്പെടുത്തുകയാണ്, ഗ്രൂപ്പിനെ മുഴുവൻ, ആ പ്രദേശവാസികളെ. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ തെറ്റ്. ഏതായാലും ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നും അല്ല സംഭവം. അവരത് പണിയണം, അവിടെ പള്ളി ആവശ്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ സങ്കടം എന്ന് പറയുന്നത് സങ്കടമല്ലേ? നിങ്ങൾക്ക് അതേ കുറിച്ചൊന്നും തോന്നില്ലേ? തീർച്ചയായിട്ടും വലിയ സങ്കടമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യന്റെ ആയുസിന്റെ നല്ലൊരു സമയം അങ്കമാലി പട്ടണത്തില് പ്രവർത്തിച്ചു എന്ന് മാത്രമല്ല, നല്ല നിലയിൽ അതിന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തി പണിയാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തു വെച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അത് തല്ലിപ്പൊളിച്ച് കളയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അല്ല. തല്ലിപ്പൊളിച്ച് കണ്ടത് ഞങ്ങള് ഇവിടെ വന്ന് 2000-ലാ. 25 വർഷമായി അങ്കമാലിയിൽ വന്നിട്ട്. 25 വർഷത്തിൽ 23 വർഷവും ആ സഭയിൽ തന്നെയാണ്. ഇപ്പൊ ഞാൻ കുറച്ച് അങ്ങോട്ട് പോകുന്നില്ല, നമുക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ഈ 23 വർഷവും ആ സഭയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനം ചെയ്തിട്ടുള്ളതേ ഉള്ളൂ. സഭയ്ക്ക് ദോഷം വരുത്തുന്ന ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നേതൃത്വത്തിന് നിങ്ങളോട് പ്രശ്നം ഉണ്ടായിരുന്നു, ചിലപ്പോൾ എന്നോടും കാണും, പത്രക്കാരൻ എന്നുള്ളതിൽ ചിലപ്പോൾ എന്നോടും കാണും. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഇലക്ഷൻ വർക്കൊക്കെ നടത്തി പണ്ട് ജയിപ്പിക്കാനായിട്ട് നടന്ന കൂട്ടത്തില. അതൊക്കെ പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ച് മാറിയതാ. ഒരു ഗ്രൂപ്പിൽ നമുക്ക് എന്റെ ആവശ്യമില്ല വിചാരിച്ചു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടുത്തെ ഏറ്റവും എനിക്ക് സങ്കടകരമായി തോന്നിയ ഒരു വസ്തുത എന്ന് പറയുന്നത്, ഈ രാജ് ബ്രദർ ഇത്രയും പൈസ കൊണ്ടുവന്നു. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ പൈസ കൊണ്ട് തന്നിട്ട് പറയുമല്ല. നമ്മൾ ഒരു പ്രാവശ്യം അമേരിക്കയിൽ പോയപ്പോഴന്ന് ക്രൈസ്തവന്റേക്ക് വരസെങ്കിൽ ഒന്നും കാര്യമായിട്ട് എനിക്ക് കിട്ടിയില്ല. കിട്ടിയ പൈസ കൊണ്ട് ചർച്ചിൽ തന്നു, ചർച്ച് എനിക്ക് വണ്ടിക്കൂലി തന്നു. ആ ഫണ്ട് പിന്നെ എല്ലാവരും പൈസ ഇട്ടു, ഓരോരുത്തരും. അതിനകത്ത് ഒരു സഹോദരൻ എനിക്ക് 3 രൂപ പലിശയ്ക്ക് പൈസ എടുത്തോണ്ട് സുരേഷ് ആണെന്ന് തോന്നുന്നു, സുരേഷ്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പണിത്. 2400-ന് 2200 ഇടയ്ക്കൊരു വലിപ്പം എൻ്റെ ഒരു മനസ്സിലിരിക്കുന്നത്. അപ്പൊ താഴെ 3 ബെഡ്റൂം, ഹോള്, 5 ബാത്റൂം, 2 സൈഡിൽ കൂടെ റാമ്പ് ഇട്ട് മുകളിലോട്ട് കയറി മുകളിൽ നമ്മള് 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്പേസ്. അതായത് ഒരു 3 അടി കൂടെ സൺഷെയ്ഡ് ഇട്ടിട്ട് പില്ലർ അങ്ങോട്ട് ബീം പാർത്ത് നിർത്തിയിട്ട് അവിടെ ഒരു ഹാഫ് ഭിത്തി, വെയിറ്റ് കുറഞ്ഞൊരു ഭിത്തി കെട്ടിയിട്ട് ഡ്രസ് വർക്ക് ചെയ്ത് ഗ്ലാസ് ഇട്ടിട്ട് മൊത്തം ഗ്ലാസ് ഇടുക. സിമ്പിൾ വർക്കിൽ, ഒത്തിരി കോൺക്രീറ്റും കമ്പിയും ഇരുമ്പൊന്നും കയറില്ല, എന്നാൽ സ്പേസ് വേണം, എന്ന് മനോഹരമായിരിക്കണം. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തത്. അതിനാണ് അതെല്ലാം ചെയ്തത്. നമ്മള് തടികളെല്ലാം നമ്മൾ പണിത് വെച്ചു. ഇപ്പൊ എനിക്ക് ആ തടിയാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ ദിവസം ഒരു വെച്ചെന്ന് തോന്നുന്നു ഇവിടെ. കഥക്, കട്ടളകള്, ഫ്രെയിമുകളെല്ലാം എല്ലാം ചെയ്തിട്ടുണ്ട്. ദിനേശനാണ് നമ്മുടെ ആശാരി പണിത്. അപ്പൊ ഇതെല്ലാം ചെയ്ത് കമ്പി നമ്മൾ വാർക്കാൻ തൂണിനുള്ള കുറെ പില്ലർ വേണമായിരുന്നു ഫ്രണ്ടില്. അതെല്ലാം നമ്മൾ അവസാനം ഉരുമ്പ് വലിക്ക് ആരാണ്ട് വന്ന് നിങ്ങൾ ആരോണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ, എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം എത്രയോ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം. ഒരു 2 ലക്ഷം രൂപ എടുത്താൽ ഒരു ഷെഡ് അടിച്ച് താമസിക്കാൻ, ഒരു ആരാധന നടത്താൻ ആളുകൾ തയ്യാറായിട്ട് നിൽക്കുന്ന ഈ കാലത്ത് അല്ലേ, ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഒരു ഹോള് കഷ്ടപ്പെട്ട് മുണ്ടു മുറുക്കി കൊടുത്ത് നമ്മള് അങ്കമാലി ഓർക്കണം, നമ്മൾ ഒരു സ്ഥലത്ത് 12 കോടിയുടെയാണ് പള്ളി നിൽക്കുന്നത് ഒരു സൈഡ്. ഇപ്പുറത്ത് നിൽക്കുന്നത് AD തോമസ് ലീഗ വന്ന കാലത്ത് സ്ഥാപിച്ചെന്ന് സ്ഥാപിച്ച പള്ളി. അപ്പൊ ഇത്രയും 2 പൗരോഹിത്യ പള്ളികൾ, ആരാധനാലയങ്ങൾ, തോമസ് ലീഗയുടെ പൈതൃകം പേറുന്ന ഈ സ്ഥലത്ത് ഒരു കൂനാച്ചിപ്പരിൽ ഒടിഞ്ഞു മുടങ്ങി കിടന്ന, ഒടിഞ്ഞ് തറയി വീഴായിരുന്ന ഓട് പെറുക്കി വെച്ച് വെട്ടുകല്ല് പണി തീർത്ത ഒരു ഷെഡ്. അത് മനോഹരമായ ആരാധനാലയം ആക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തപ്പോഴാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയത്. എനിക്കിന്നും അധികാരികളോടും അസംബ്ലീസുകൊണ്ട് വിശ്വാസികളോടും ചോദിക്കാനുള്ളത്, അങ്കമാലി സഭയിൽ നടന്ന പ്രശ്നം എന്താ ഒരു മനുഷ്യൻ പോലും ചോദിച്ചിട്ടില്ലെന്ന്, നമ്മൾ അറിയിച്ചിട്ടില്ല എന്നും പറഞ്ഞ് കത്ത് മാറ്റി കിട്ടിയത് കൊണ്ട് നേരെ കത്ത് കൊടുക്കുകയാണ് പണിയണ്ടെന്ന് പറഞ്ഞ്. നമ്മള് തോമസ് ഫിലിപ്പിന് അയച്ചു കൊടുത്ത കത്ത് സൂപ്പറിന്റെ കിട്ടിയില്ല എന്ന് പറയും, നമുക്കറിയത്തില്ല. അതിന് ബദലായിട്ട് ഓടിച്ചെല്ലുകയാണ്. അപ്പൊ ഇത് ആരോട് വൈരാഗ്യം തീർക്കാനായത്? അതെ, അതിനൊരു പ്രാദേശിക സഭയായിട്ട് ബന്ധപ്പെട്ട് ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. വിളിച്ചു ചോദിച്ചു പോലും ഇല്ലല്ലോ. അപ്പൊ ഇതാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇപ്പൊ അതെല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ട് അത് ബുൾഡോസർ വെച്ചിടിച്ച്, സത്യം പറയാഞ്ഞാൽ ഹൃദയം പൊടിഞ്ഞു പോയി. കാരണം നമ്മൾ
അത്യാർത്ഥിയോടെ ആഗ്രഹത്തോടെ ഈ രണ്ട് പള്ളികൾക്കിടയിൽ ഒരു മനോഹരമായ ഒരു പെന്തിക്കോസ്ത് ആരാധന അല്ലേ എന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. അപ്പൊ നമുക്ക് സംസാരിക്കാൻ ഇതുകൊണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെ അതെ, ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് നിയമവശത്തും നമ്മൾ അവിടെ അനുഭവിച്ച കഷ്ടപ്പാടുകൾ. പിന്നെ അതുകൊണ്ട് നമുക്ക് ഈ പണി മുടക്കിയപ്പോ 7 ലക്ഷം രൂപ അധികം മുടക്കി ഷെഡ് പണി ഉണ്ടെന്നു. നമ്മുടെ പഴയ ഓടല്ല ഇത് മുടങ്ങിയല്ലോ. അതുകൊണ്ട് നമ്മൾ പഴയ പള്ളി പിന്നെ റൂഫെല്ലാം എടുത്ത് കളഞ്ഞ് നമ്മള് പിന്നെ അലുമിനിയം ഷീറ്റ് ഇട്ട് റിനോവേറ്റ് ചെയ്യേണ്ടി വന്നു. 6 ലക്ഷം രൂപ മുടക്കേണ്ടി വന്നു. അകത്ത് നമ്മൾ സീലിംഗ് ചെയ്തിരിക്കുന്ന അതാണ് സംഭവം. ഇതെല്ലാം നമ്മൾ ചെയ്തതാണ് ഇവിടെ. അപ്പൊ ഇതിനിടയ്ക്ക് അതെല്ലാം തല്ലിപ്പറിച്ച് കളഞ്ഞ് ഇടിച്ച് ബുൾഡോസർ വെച്ച് ഇടിച്ച് വിശ്വാസം നെഞ്ചത്തൂടെ കയറ്റുന്നത് പോലെയായിരുന്നു ആ ബുൾഡോസർ ഇടിച്ചിടിച്ച് കളഞ്ഞ കാഴ്ച ഞാൻ TV കണ്ടത്, ഇതിൽ ഫേസ്ബുക്കിൽ കണ്ടത്. ഏതായാലും അസംബ്ലീസുള്ള ദൈവമക്കൾ ഈ വിഷയം അറിഞ്ഞിരിക്കണം. ഇത് ഒരു മനുഷ്യരോടും ഒരു സഭയോടും ആരോടും ഒരു കാലത്തൊരു ഒരു ലീഡർഷിപ്പിലുള്ള ആരും ചെയ്യാൻ പാടില്ലാത്തതാണ്. അഹങ്കാരവും ഭള്ളും നിഗളവും പണവും അധികാരം ഉണ്ടെങ്കിൽ പവർ ആൻഡ് മണി ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാകും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാവരും മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞ് ക്ലോസ് ചെയ്യാണ്, മുകളിൽ ഒരു ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ഒരു ദൈവം മുകളിൽ കാണുന്നുണ്ട്. ആ വിശ്വാസം എനിക്കുണ്ട്, നിങ്ങൾക്ക് ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു.